നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു മ്യൂസിക് ലൈവ് ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും റെഡിയാണ് എന്ന് തന്നെ കരുതുന്നു. ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഇടണേ. ഇത് ലൈവ് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാണാൻ പറ്റും. ഓക്കെ, പലരും വരുന്നുണ്ട്. കേരളത്തിൽ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര മഴയാണ് എന്ന് കേൾക്കുന്നു. വൈശാഖ് ജയ്, പൗത്ര ഉണ്ണി, അജിത് രാജ്, ലേഖ, എല്ലാവരും വന്നിട്ടുണ്ട്. കാണാം കേൾക്കാം എന്ന് ലേഖ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നെ ഇവിടെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്തോ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ലൈവ് പ്രോഗ്രാമാണ് ഇന്നെന്ന് നിങ്ങൾ വിചാരിച്ചത് ശരിയാണ്. പാട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ചില ഹിൻറ്റുകളൊക്കെ തരും. അതിൽ നിന്ന് നിങ്ങൾ പാട്ട് ഏതാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഞാനൊരു കുറച്ച് പേരും കൂടെ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കേരളത്തിൽ മഴയൊക്കെ പഴയ പോലെ തന്നെ മാനത്തു നിന്ന് വെള്ളം വരുമെന്ന് പറയുന്നു. മാനത്തു നിന്ന് വെള്ളം, അത് പറഞ്ഞു തരാണെന്ന് നോക്കട്ടെ. നല്ല കമൻ്റായിരുന്നു. അജിത് വള്ളൂരിയാണ് പറഞ്ഞത്. ഗൾഫിലൊക്കെ താഴെ നിന്നാണ് വെള്ളം വരുന്നത്. കേരളത്തിൽ മാനത്തു നിന്നാണ് മഴ പെയ്യുന്നത്. അതാണ് വ്യത്യാസം. കേരളത്തിലേക്ക് കയറ്റി അയക്കാൻ മണലും വെയിലും മിതമായ നിരക്കിൽ കിട്ടും എന്ന് വൈശാഖ് ജയ് പറയുന്നു രാജസ്ഥാനിൽ നിന്ന്. അവിടെ മഴയൊന്നും ഇല്ലേ? റംസീന, ജലജ, ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 ദിവസം മുമ്പ് കേരളത്തിലുണ്ടായിരുന്നു. ഒരു ക്വിക്ക് വിസിറ്റിന് പോയതാണ്. ഞാനുള്ളപ്പോൾ അവിടെ മഴയൊന്നും ഇത്ര ബഹളമായിട്ടില്ലായിരുന്നു. ഞാനിങ്ങ് തിരിച്ചു പോരാനും അവിടെ ഏതോ ഋഷ്യശൃംഗൻ ലാൻഡ് ചെയ്തു എന്ന് തോന്നുന്നു. ഭയങ്കര മഴ. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട്. മഴയോ അതെന്താ സാധനം എന്ന് ചോദിക്കുന്നു വൈശാഖ് ജി. ഇടയ്ക്കൊക്കെ നാട്ടിലൊക്കെ വന്നു പോകണം വൈശാഖ്, എന്നാലേ മഴ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. രാജസ്ഥാനിലിരുന്നാൽ ആകെ മരുഭൂമി മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു 10 ചോദ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പാട്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗം ഞാൻ പാടും. അത് കേട്ടിട്ട് പാട്ട് ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. പോപ്പുലറായിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെയാണ്, പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ പാടുന്ന ഭാഗം പല്ലവിയല്ല, അനുപല്ലവിയല്ല, ചരണവുമല്ല. പിന്നെ എന്താണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വല്ലതാണോ എന്ന്? അല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഞാൻ പാടുന്നില്ല. ഞാൻ പാട്ടിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ പാട്ട് തുടങ്ങുന്നതിന് മുമ്പോ ഉള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക സ്വരങ്ങൾ പാടും. അല്ലെങ്കിൽ ഈ പല്ലവിയും അനുപല്ലവിയും ചരണവും അല്ലാത്ത ചില ഭാഗങ്ങൾ പാടും. അത് എന്ത് ഭാഗമാണെന്ന് നിങ്ങളിപ്പോൾ ചോദിക്കും. ഞാനൊരു എക്സാമ്പിൾ പാടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എന്നുള്ളത്. അപ്പോൾ തുടങ്ങിയാലോ? കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? അതോ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? അതോ ആദ്യത്തെ ചോദ്യം ചോദിച്ചാൽ മതിയോ? ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും എങ്ങനെയാണ് എന്ന്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, സിനിമയല്ല ഉത്തരമായിട്ട് പറയേണ്ടത്, പാട്ടാണ്. ഏത് പാട്ടാണ് എന്നുള്ളതാണ് പറയേണ്ടത്. പോയിന്റ് മാർക്ക് ചെയ്യാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. ത്വയ്ബ്, അജിത് വള്ളൂരി, ഗസ് മാത്രമേ ചെയ്യുള്ളൂ, ഞങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ. ഇന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാൻ ഇത്തിരി നിങ്ങൾ ബുദ്ധിമുട്ടും. എങ്കിലും ഗൂഗിൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ. ഗൂഗിൾ ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കും ആൻസർ എന്നെനിക്കറിയില്ല. അജിത്തിൻ്റെ വകയായിട്ടായിരുന്നു ആ കമൻറ്റ്. ഗൂഗിൾ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നു. ഇന്ന് ഗൂഗിൾ ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അല്ലാതെ തന്നെ ഞാൻ പാടുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. അപ്പം ആദ്യത്തെ ചോദ്യം, ആദ്യം ഒരു 1-2 എണ്ണം ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഒരു പാട്ടിൻ്റെ തുടക്കത്തിലുള്ള ഒരു സ്വരമാണ് പാടുന്നത്. അത് കേട്ടിട്ട് പാട്ട് ഏതാണെന്ന് വേഗം പറയുക. എനിക്ക് കമൻറ്റ് ഇവിടെ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഐഡിയയുമില്ല എന്താണ് കമൻറ്റ് കാണിക്കാത്തതെന്ന്. ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നിങ്ങളിടുന്ന കമൻ്റ് ഒന്നും ഇവിടെ വരുന്നില്ല. അതെന്താണെന്ന് എനിക്ക് ഒരു ഐഡിയയുമില്ല.
പവിത്ര, ഞാൻ എൻ്റെ ലാപ്ടോപ്പിലാണ് ഇനിയിപ്പോൾ കമൻറ്റ് നോക്കാൻ പോകുന്നത്. ലൈവ് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് കമൻറ്റ് കാണാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് ലാപ്ടോപ്പിൽ മാത്രമേ കമൻറ്റ് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആൻസർ കൊടുക്കുന്നവർക്ക് കറക്റ്റ് ആണോ എന്നൊന്ന് പറഞ്ഞേക്കണേ. സമ്മാനം കൊടുക്കുന്നവർക്ക് സംഗതികളൊക്കെ കറക്റ്റ് ആവണം. ശ്രുതി മാറിയാൽ പിന്നെ കച്ചറയാവും എന്ന് വൈശാഖ് ജി പറയുന്നു. ഞാൻ ശ്രമിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും എനിക്കെന്താണ് ഇവിടെ കമൻറ്റ് കാണിക്കാത്തത്? ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ ഇവിടെ എന്താ കമൻറ്റ് കാണിക്കാത്തതെന്ന്. ഒരു രക്ഷയില്ല, കമൻറ്റ് കാണിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് കമൻറ്റ് കാണാൻ പറ്റുന്നില്ല, ലാപ്ടോപ്പിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ അത് വെച്ചിട്ട് മാർക്കിടാൻ ശ്രമിക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോണേ. ലാപ്ടോപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് അത് എനിക്കിട്ട് തിരിച്ചു വെച്ചതാണെന്ന് തോന്നുന്നു. സാധാരണ ഞാൻ അങ്ങോട്ട് പറയുന്നത് ലാപ്ടോപ്പിൽ കമൻറ്റ് കാണിക്കുന്നുണ്ട്, ഫോണിലാണ് ലൈവ് ചെയ്യുന്നത്, അവിടെ കാണിക്കുന്നില്ല. എന്തായാലും ഞാൻ പരിപാടി തുടങ്ങുകയാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, അപ്പോൾ തുടങ്ങാൻ പോവുകയാണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പാട്ടിന്റെ തുടക്കത്തിലുള്ള ഒരു സ്വരമാണ്. അത് വളരെ എളുപ്പമുള്ള ഒന്നാണ്. ആദ്യം ടൈപ്പ് ചെയ്യുന്ന ആൾക്കായിരിക്കും ഉത്തരം സമ്മാനം കിട്ടാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നീസ നീസ ഗാസ നിരിസ നീസ ഗഗസ ലാല 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 ലാല. ഇത് ഏത് പാട്ടാണ് എന്നതാണ് ചോദ്യം. നീസ നീസ ഗാസ നിനിസ നിരിസ ഗഗസ. ഉത്തരങ്ങൾ വരുന്നുണ്ട്. അജിത് വള്ളോലി പറഞ്ഞിട്ടുണ്ട് ഉത്തരം. റംസീന, ജിഷ, ലേഖ എന്നിവരെല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു രാജേഷ്, സായൻ സരംഗ്, ആശ മനു, അജിത് രാജ്, ബിനോ, മാത്യു, വൈശാഖ് ജയ്, ശ്രീജ എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്ക്രീനിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് അജിത് വള്ളോലിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ അജിത് വള്ളോലിക്കാണ് ഇപ്പോൾ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഊഹിച്ച പാട്ട് തന്നെയാണ്. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ഈ അടുത്ത കാലത്ത് എന്നാ താൻ കേസ് കൂടെ എന്ന ചിത്രത്തിൽ കൂടി വന്ന ഒന്നുകൂടി പ്രസിദ്ധമായ പാട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. എൻ്റെ സ്ക്രീനിലും അജിത് വള്ളോലിയാണ് എന്ന് അജിത് പറയുന്നു. അല്ല എന്ന് പറയട്ടെ എന്ന് പവിത്ര അജിത്തിനെ പേടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നു. ഇത് സ്വരമല്ല, പാട്ടിൻ്റെ ഇടയ്ക്കുള്ള വേറൊരു ഭാഗമാണ്. ഇതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞോളുക. താനാ തിന്തിന്നാര 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 തന ദിന തിന്തിന്നാര തിന്തിന്നാര താ താനാ തിന്തിന്നാര 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 തന ദിന തിന്തിന്നാര തിന്തിന്നാര താ. ഏത് പാട്ടിൽ ആണ് എന്നാണ് പറയേണ്ടത്. അജിത്, ശ്രീജ, റംസീന, ബിനോ, വൈശാഖ്, അജിത് രാജ്, ജിഷ, റജു, ആശ, മനു എല്ലാവരും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ടിൽ ആരോ കൈവിഷം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയുള്ള പാട്ട് കിട്ടണ്ടേ പവിത്ര? സായൻ സരംഗ്, അനീഷ്, ജോർജ്, മഞ്ജു ശ്യാം, നിഷ, ബിജു. പോപ്പുലർ പാട്ടാണെന്ന് തോന്നുന്നു. ഇതും അജിത്തിനെ തന്നെയാണ് എനിക്ക് കാണിക്കുന്നത്. അജിത് വള്ളോലിക്കാണ് ഞാൻ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ഗൾഫിലേക്ക് ഡേറ്റ കണക്ഷൻ വളരെ ഫാസ്റ്റ് ആണോ, അതാണോ അജിത്ത് തന്നെ എല്ലാത്തിനും ഉത്തരം പറയുന്നത്. അപ്പോൾ ഇനി ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. നിഷ ബിജുകുമാർ, നിഷിബ എം നിഷി, മീര, അൻമോദ്, വള്ളോലി ഫസ്റ്റ് എന്ന് പവിത്ര പറയുന്നു. നെറ്റിന് ബില്ല് അടച്ചപ്പോൾ സ്പീഡ് കൂടി എന്ന് വള്ളോലി പറയുന്നു. ആയിരിക്കണം എന്ന് എനിക്കും തോന്നുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതാണ് പാട്ടിന് തുടക്കത്തിലുള്ള ഒരു സ്വരമാണ്.
പാട്ടിന് ഇനീഷ്യലൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ബിന്ദു രാജേഷ് ആരോ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ആയി പോയി, അതിനാണ്. ക്വസ്റ്റ്യൻ ചോർന്നു എന്ന് ആർഷ മനു പറയുന്നു. നിൽക്കി നോക്കട്ടെ. ഇപ്പം 2 അജിത്ത് പറഞ്ഞു, അടുത്തത് ഇനിയുള്ളത് എങ്ങനെ പറയുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, 3ാമത്തെ ചോദ്യം. ഒരു പാട്ടിന് മുൻപുള്ള സ്വരമാണ്. ഇത് ഏത് പാട്ടാണ് എന്നതാണ് ചോദ്യം. നിങ്ങൾക്കെല്ലാം എല്ലാ പാട്ടും അറിയാൻ തോന്നല്ലോ, ചടപടയാണല്ലോ ആൻസേഴ്സ് വരുന്നത്. ഞാനിത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് സ്ഥിതി എന്ന് പറയുന്ന പോലെയാണല്ലോ. എല്ലാവർക്കും എല്ലാത്തിൻ്റെ ഉത്തരം അറിയാം. സായൻ, ബിന്ദു, ജൂല, വൈശാഖ്, റംസീന, അജിത്, മഞ്ജു തുടങ്ങി എല്ലാവർക്കും അറിയാം. എൻ്റെ സ്ക്രീനിൽ ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത് മഞ്ജു ശ്യാമാണ്. പവിത്ര ഒന്ന് കൺഫേം ചെയ്യണേ. മഞ്ജു ശ്യാമാണ് എൻ്റെ സ്ക്രീനിൽ ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പൊന്മുരളി എന്ന് കറക്റ്റാണ് എന്ന് ഗൂഗിൾ നോക്കേണ്ടി വന്നില്ല എന്ന്. പാട്ടിനെ വെല്ലാനാവില്ല മക്കളെ എന്ന് റംസീന പറയുന്നു. മഞ്ജു ആണ്. ഓക്കെ, മഞ്ജു ശ്യാമാണ്. അപ്പോൾ മഞ്ജു ശ്യാമിന് ഒരു ഉത്തരം കൊടുത്തിരിക്കുന്നു. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഭയങ്കര ഈസി ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് അല്ലേ. നിങ്ങളോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങളൊന്നും ഗൂഗിൾ ചെയ്യാൻ വരെ പോകണ്ട, ഗൂഗിളിൻ്റെ അടുത്തോട്ടൊന്നും പോകണ്ട. അല്ലാതെ തന്നെ കുറച്ച് കടുത്ത ചോദ്യങ്ങൾ പോരട്ടെ, വലിയ 70s എന്നൊക്കെ പവിത്ര പറയുന്നു. അതൊക്കെ വേണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം, വേണോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. 4ാമത്തെ ചോദ്യം. കൊന്നരി കൊന്നരി കോനാരി കത്തിന കിരിനാച്ചിരി ഇല്ലിന കിടിനാച്ചി കട്ടോരേ. ഇത് ഏത് പാട്ടിൻ്റെ ഇടയ്ക്കുള്ളതാണ് എന്നതാണ് ചോദ്യം. അയ്യോ. ജിഷ റെജു മഴയെയും നെറ്റിനെയും കുറ്റം പറയുന്നു. മഞ്ജു ശ്യാം ഉത്തരം പറഞ്ഞിരിക്കുന്നു. അജിത് വള്ളോലി, അജിത് രാജ്, ശ്രീജ, ബിന്ദു രാജേഷ്, വൈശാഖ് ജയ്, ജൂല. ഞാൻ വേറെ ചോദ്യം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണം എന്ന് തോന്നുന്നു. എല്ലാവർക്കും എല്ലാം അറിയാം. ലേഖ ജസ്റ്റിൻ, അനീഷ് ജോർജ് എല്ലാവരും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരം. 1-ാം വട്ടം കണ്ടപ്പം പെണ്ണിനു കിണ്ടാണ്ടം, 2-ാം വട്ടം കണ്ടപ്പം പുഞ്ചിരിപ്പും, ഒരു കുങ്കുമക്കുയിലായി കുണുകുണുങ്ങി വന്നാട്ടെ, കണ്ണാടിപ്പൂ ചിന്തൂരം കവർന്നെടുത്തോട്ടെ, ഞാൻ കവർന്നെടുത്തോട്ടെ. ഇതാണ് പാട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാവർക്കും അറിയാം. എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ പാട്ടിനെ പറ്റി എല്ലാം അറിയാമെന്ന് തോന്നുന്നു. ഈ കിണ്ടാണ്ടം എന്ന് വെച്ചാൽ എന്താ ജയശ്രീ എന്ന് അജിത് വള്ളോലി ചോദിക്കുന്നു. അത് ചോദിക്കേണ്ടത് ഗിരീഷ് പുത്തഞ്ചേരിയോടായിരുന്നു. അദ്ദേഹമാണ് ഇത് എഴുതിയത്. അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ടാണ്. ഇനിയിപ്പം കിണ്ടാണ്ടം എന്താണെന്ന് നിങ്ങൾക്ക് അത് പാടുമ്പോൾ തോന്നുന്നത് എന്താണോ ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോവുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ കുട്ടാ പറയണ്ട എന്ന് അജിത് രാജ് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞതും മഞ്ജു ശ്യാമാണ്. ഇപ്പോൾ 4 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ അജിത് വള്ളോലി 2 പോയിന്റ്, മഞ്ജു ശ്യാം 2 പോയിന്റിലാണ് നിൽക്കുന്നത്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ഓക്കെ, 5ാമത്തെ ചോദ്യം ഒരു സ്വരമാണ്. സ്വരം ഞാൻ പാടാം. പാട്ടിന്റെ ഇടയ്ക്കുള്ള ഭാഗമാണ്. പല്ലവി കഴിഞ്ഞിട്ട് അനുപല്ലവിക്ക് മുമ്പായിട്ട് വരുന്ന ഭാഗമാണ്. കിണ്ടാണ്ടം എന്താണ് എന്നുള്ളതിന് ഒത്തിരി എക്സ്പ്ലനേഷൻസ് കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. എന്തോ ഒരു കുന്ത്രാണ്ടമാണെന്ന് ബിന്ദു രാജേഷ് പറയുമ്പോൾ ഒരുതരം പയറാണ് എന്ന് റംസീന നാസർ പറയുന്നു. നിങ്ങൾ അതെന്താണ് എന്ന് തുടർന്നും കണ്ടുപിടിക്കുക, കമന്റ് ചെയ്യുക. ഞാൻ 5ാമത്തെ ചോദ്യം ചോദിക്കുന്നു. 5ാമത്തെ ചോദ്യം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സ്വരമാണ്. നിസ നിസ ഗസ നിസ നിസ ഗസ നിസഗമപ നിസഗമപ ഗമപ നിസ സനിധ പാമ സനിധ പാമ രീമാധനി പാമ പപാസ. ചോദ്യം തീർന്നില്ല, അതിനു മുമ്പ് ഉത്തരം വന്നു കഴിഞ്ഞിരിക്കുന്നു. മഞ്ജു ശ്യാം, അജിത് രാജ്, ജിഷ റെജോ എന്നിവരെല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്ക്രീനിൽ മഞ്ജു ആണ് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്.
ജിഷ രജോ, ശ്രീജ, പ്രവീൺ, ജൂല വി, ആർഷ മനു, ബിന്ദു രാജേഷ് പരവൂർ എന്നിവരെല്ലാം പറഞ്ഞിരിക്കുന്നു. വൈശാഖ് ജയ് മാത്രം എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മഞ്ജുവിന് ഞാൻ ഒരു പോയിന്റ് കൊടുക്കുന്നു. അന്ന് ഞങ്ങളില്ല സാർ എന്ന് പറയുന്നു. ഇല്ല, ഇത് പുതിയ അത്ര പഴയ സിനിമയൊന്നും അല്ല. ഇത് സിനിമയുടെ പേരെന്തായിരുന്നു? കൽക്കട്ട ന്യൂസ് എന്ന സിനിമയിലെ പാട്ടാണ്. എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എന്നും എൻ്റെ എന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ, നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു മണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം കൈ നീട്ടുന്നു വീണ്ടും, തങ്കക്കിനാവിലൊളിച്ചിരുന്നു കന്നിത്തിരി തെളിക്കാനായി, നെഞ്ചോരം നാണം തേടിയോ. ഇതാണ് 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. മഞ്ജു ശ്യാം 3 പോയിന്റുമായി 1ാം സ്ഥാനത്തും അജിത് വള്ളോലി 2 പോയിന്റുമായി 2ാം സ്ഥാനത്തുമാണ്. ഇപ്പോൾ അജിത് വള്ളോലിയുടെ നെറ്റിന്റെ സ്പീഡ് കുറഞ്ഞോ എന്ന് ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല ഫിലിമാണത് എന്ന് റംസീന പറയുന്നു. നല്ല ഫിലിമാണ്. കൽക്കട്ട ന്യൂസ്. ഓക്കെ, അപ്പോൾ 6ാമത്തെ ചോദ്യം ചോദിക്കുന്നു. ഒരു പാട്ടിന്റെ പല്ലവി കഴിഞ്ഞിട്ട് അനുപല്ലവിക്ക് മുമ്പുള്ള ഒരു ഭാഗമാണ്. സുപ്രസിദ്ധമായ ഒരു സിനിമയാണ്. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ വാക്ക് കേട്ടുമ്പോഴേ നിങ്ങൾ ഓടിച്ചെന്ന് കമന്റ് ചെയ്യുമായിരിക്കും. എങ്കിലും ഞാൻ ചോദിക്കുന്നു. 6ാമത്തെ ചോദ്യം. ജില്ലാ കെ ലാജില ജില്ല ജിൻചിന കെ നാജിര ജാന, ജില്ലാ ലാ കെ ലാജില ജില്ല ചോരി നാരിയാ രാഹു, മോരിയോ മോരിയോ ജിനക്ക് ജാരിയാ ജാരി. ഇതാണ് പാട്ട്. അജിത്തിനെ ഓടിച്ചുവിടാൻ ഗൂഢാലോചന നടക്കുന്നു. ലേഖയും പവിത്രയും കൂടി ചേർന്നാണ് ഗൂഢാലോചന എന്ന് തോന്നുന്നു. ആരോ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വൈശാഖ് ഇത് ജയസൂര്യയുടെ മൂവിയാണ് എന്ന് പറയുന്നു. ആണോ? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഇത്തവണ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ സ്പീഡിൽ വന്നുകൊണ്ടിരുന്ന കമന്റ് ഇട്ടവരെ ഒന്നും ഇപ്പോൾ കാണാനില്ല. ഇതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുമോ? എനിക്കറിയില്ല. എവിടെ പോയി എല്ലാവരും? ക്ലൂ വേണമെങ്കിൽ പറയണം, ഒന്നുകൂടെ പാടണമെങ്കിൽ പറയണം. വൈശാഖ് ജയസൂര്യയുടെ മൂവിയാണെന്ന് പറയുന്നു. അല്ല, ഓർമ്മ വരുന്നില്ല എന്ന് പറയുന്നു. അയന ഒന്നുകൂടെ പാടാൻ അജിത് രാജ് പറയുന്നു. ഒന്നുകൂടി പാടണോ? ഒന്നുകൂടി പാടാതെ തന്നെ അറിയുമോ എന്ന് നോക്കട്ടെ. പവിത്ര വളരെ ടെക്നിക്കലായ കാര്യങ്ങൾ പറയുന്നുണ്ട്, സമ്മതിച്ചു. അപ്പം ഞാൻ ഒന്നുകൂടി പാടാം. അജിത്ത് നമ്മുടെ ടീം UAക്കാർ സെറ്റാണ് എന്ന് ലേഖ പറയുന്നു. അതും വളരെ നല്ലതാണ്. ഞാൻ ഒന്നുകൂടി പാടാം. പാട്ടിന്റെ ഇടയ്ക്കുള്ള ആ ഭാഗം. ജില്ലാ കെ ലാജില ജില്ല ജിൻചിനാ കെ നാജിര ജാന, ജില്ലാ ലാ കെ ലാജില ജില്ല ചോരി ചോരി യാരാഹു, മോരിയോ മോരിയോ ജിനക്ക് നാരിയാ ജാരി. ഇതാണ് ചോദ്യം. ഏത് പാട്ടാണ് എന്നാണ്. പലരും ഉത്തരം പറയുന്നുണ്ട്. ജിഷ റജു പറഞ്ഞിട്ടുണ്ട്. ജീസ് കൈതാരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കമന്റ് കാണാനില്ലേ എന്ന് ജിഷ റജു പറഞ്ഞു. കണ്ടിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ജിഷ റജു പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ ജില്ല അറിയാൻ മേല എന്ന് ലേഖ ജസ്റ്റിൻ പറയുന്നു. ഈ ജില്ലയൊക്കെ അറിയണം. അപ്പോ ബാക്കിയുള്ളവർക്ക് ക്ലൂ വേണോ അതോ ഞാൻ ഉത്തരം പറയണോ? ക്ലൂ വേണമെങ്കിൽ പറയാം. പ്രിയദർശന്റെ സിനിമയാണ്. മഞ്ജു ശ്യാം പാസ് എന്ന് പറയുന്നു. പ്രിയദർശന്റെ സിനിമയാണ്. അത് തന്നെ എന്ന് ലേഖ ജസ്റ്റിൻ പറയുന്നുണ്ട്. സുനിത മഹേഷ് ഹായ് എന്ന് പറയുന്നു. പാട്ട് പറയൂ. എൻ്റെ ജില്ല അങ്ങനെയല്ല എന്ന് പവിത്ര പറയുന്നു. ജില്ല ജില്ല അങ്ങനെയാണ്.
റംസീന നാസർ പറയുന്നു, ജിഷ റെജു പറയുന്നു മേഘം സിനിമയിലേതാണോ എന്ന് പറയുന്നു. ജിഷ റെജു ആണ് എൻ്റെ സ്ക്രീനിൽ ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. ജിഷയ്ക്ക് ഞാൻ 1 പോയിന്റ് കൊടുക്കുകയാണ്. അജിത് രാജ് യോജിക്കുന്നു എന്ന് പറയുന്നു. ആരോടാണോ? ആ ജില്ല എടുത്ത് കളയാനാണ് വൈശാഖ് ജയ് ആവശ്യപ്പെടുന്നത്. പ്രിയദർശൻ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. പ്രിയദർശൻ്റെ മിക്ക സിനിമകളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പാട്ടിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന പാട്ടുകളിൽ പലതും പ്രിയദർശൻ സിനിമകളിലെ പാട്ടുകളുമാണ്. പറവൂർ ജില്ലയാണെങ്കിലേ ഞാൻ ഉത്തരം പറയുമെന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു. അതൊക്കെ വളരെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ പാട്ട് ഇതാണ്. ജിഷ റജുവിനാണ് ഞാൻ പോയിന്റ് കൊടുത്തിരിക്കുന്നത്, 1 പോയിന്റ്. പാട്ട് ഇതാണ്. മഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ കാറ്റുമൂടും പാട്ടിൻ പേരെന്ത്? വെള്ളിമേഘത്തേരിൽ വന്നിറങ്ങും പ്രാവുകൾ കൂടുവയ്ക്കാൻ തേടും കുളിരേത്? ആരോ പാടുന്നു ദൂരെ നീലമുകിലോ കാർകുയിലോ. ആരോ പാടുന്നു ദൂരെ നീലമുകിലോ കാർകുയിലോ. ജിഞ്ചാനെ ജിന്നനാനെ ജിഞ്ചിനാക്കി ജിഞ്ചനാനെ. ഇപ്പം എല്ലാവർക്കും ഓർമ്മ വന്നോ? മമ്മൂട്ടിയും പൂജ ബത്രയും കൂടി പാടുന്ന പാട്ടാണ്. അതിലവരാ ഒരു വള്ളത്തിൽ കയറി ഒരു ലേക്കിലൂടെ ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ വരുന്ന ഭാഗമാണ് ഈ ജിൽജിലാക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഇതിൻ്റെ പോയിന്റ് ഞാൻ ജിഷ റെജുവിനാണ് കൊടുത്തത്. 7ാമത്തെ ചോദ്യം ഒരു പാട്ടിൻ്റെ തുടക്കത്തിലുള്ള സ്വരമാണ്. പ്രിയാഗിലാണ് എന്ന് ലേഖ ജസ്റ്റിൻ പറയുന്നു. ലേഖ, ഈ സിനിമയിലെ നായിക പ്രിയാഗിലാണ്. പക്ഷെ പ്രിയാഗിൽ ദിലീപിന്റെ നായികയാണ്. മറ്റേ പാട്ടൊക്കെ പാടിയത് പ്രിയാഗിലാണ്. പാട്ട് തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയായി വിരിയണ മലനാട്, ഈ പാട്ടൊക്കെയാണ് പ്രിയാഗിൽ പാടിയത്. ഈ മഞ്ഞുകാലം നോൽക്കും അത് മമ്മൂട്ടിയുടെ ഫ്ലാഷ് ബാക്ക് ആണ്. അതിൽ മമ്മൂട്ടിയും പൂജ ബത്ര എന്നല്ലേ അവരുടെ പേര്, പൂജ എന്തോ ആണ്, പൂജ ബത്ര, നല്ല പൊക്കമുള്ള അപ്പുക്കുട്ട തൊപ്പിക്കാരൊക്കെ പാടുന്ന ചന്ദ്രലേഖയിലൊക്കെ ഉള്ള അവർ രണ്ടുപേരും കൂടെ ഉള്ള പാട്ടാണ് ഇത് മഞ്ഞുകാലം നോക്കും. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 7ാമത്തെ ചോദ്യം അജിത് വള്ളോലി പൂജ ബത്രയാണെന്ന് കൺഫേം ചെയ്തിരിക്കുന്നു. അതെ, പൂജ ബത്രയാണ്. അപ്പോൾ 7ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഒരു പാട്ടിന്റെ തുടക്കത്തിലുള്ള സ്വരമാണ്. നിരിസ ദസനി പനിദ ഗാമ പാപ ഗമ പനി നിസാസ പനി സരി ഗമ പാഗ മാ പാപ മരിനി പനി മാരി നീധ ധമ പപ്പ മമനിനി പനി സരിയാ. അവിടം വരെ പാടരുതായിരുന്നു. ഞാൻ ആദ്യത്തെ 2 ലൈനോട് കൂടി നിർത്തേണ്ടതായിരുന്നു. എത്ര പെട്ടെന്നാണ് എല്ലാവരും ഉത്തരം പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ആരാണ്, ശരിയാണോ എന്ന് നോക്കട്ടെ. മിനു ഫൈസൽ മൈനാകമാണെന്ന് പറയുന്നു. അജിത് രാജ് മൈനാകം എന്ന് പറയുന്നു. അയന, ആഷാറോസ് ഷൈജു ഇവരൊക്കെ മൈനാകമാണെന്ന് പറയുന്നു. അജിത് വള്ളോലി, നിഷിബ എം നിഷി, ബിന്ദു രാജേഷ് പരവൂർ, ജലജ നാരായണൻ. സംഗതി പോയി എന്ന് വൈശാഖ് ജയ് പറയുന്നു. പോയെങ്കിൽ എന്താ, ഇത്രയും പേർക്ക് പിടികിട്ടിയില്ലേ. റംസീന നാസർ, ജീസ് കൈതാരം, ബിനോ മാത്യു എല്ലാവരും പറയുന്നു മൈനാകം ആണ് എന്ന്. എൻ്റെ സ്ക്രീനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് മിനു ഫൈസലാണ്. മിനു ഫൈസലിന് ഞാൻ 1 പോയിന്റ് കൊടുക്കുന്നു. മിനു ആണല്ലോ അല്ലേ, ആർക്കും എതിരഭിപ്രായമില്ലല്ലോ. പവിത്ര പറഞ്ഞിട്ടുണ്ട് മിനു ആണെന്ന്. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ ആ അവസാന ഭാഗത്തോട്ട് വന്നപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായതെന്ന് തോന്നുന്നു. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ, ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നുവോ. മൈനാകം. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈനാകം കഴിഞ്ഞിട്ടുള്ള തൃഷ്ണ എന്ന IV ശശി സിനിമയിലെ പാട്ടാണ്. നല്ലൊരു മനോഹരമായ പാട്ടാണ് മൈനാകം. അപ്പോൾ 7 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു.
8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു ഭാഗം ഇനി ഞാൻ പാടാൻ പോകുന്ന പാട്ട് ലേഖ ജസ്റ്റും പറയുന്നു മിനു പാട്ടിന്റെ ആളാണെന്ന്. അപ്പോൾ മിനുവിന് സ്വാഗതം. ഇതുവരെ ഈ ഒരു പ്രോഗ്രാമിൽ മിനുവിനെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇന്ന് ഏതായാലും വന്നതേ ഓരോ പോയിന്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നും കാണുക, ഉത്തരം പറയുക. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. 8ാമത്തെ ചോദ്യം. 8ാമത്തെ ചോദ്യം, ഈ ഞാൻ പാടാൻ പോകുന്ന ഒരു ഭാഗം അനുപല്ലവി കഴിഞ്ഞും ചരണം കഴിഞ്ഞും ഉടനെ വരുന്ന ഒരു ഭാഗമാണേ. അപ്പോൾ ഇതാണത്. അമ്മലയില പൊന്മലയിലൊരോമൽ കൂട്ടിൽ ചേക്കേറും കിളിയമ്മേ പോ കുക്കു കുക്കു. ഇതാണ് പാട്ടിന്റെ ഭാഗം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ പാട്ടിന്റെ അനുപല്ലവി തീരുന്നിടത്തും ചരണം തീരുന്നിടത്തും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഭാഗം വരുന്നുണ്ട്. മിനു ഫൈസൽ, അജിത് വള്ളോലിക്ക് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വൈശാഖ് ജയ് ദൂരക്കിഴക്കുതിക്കുമാണെന്ന് പറയുന്നു. അല്ല. ജൂല വി ഗോപാൽ, അനീഷ് ജോർജ് എന്നിവരൊക്കെ, ബിനോ മാത്യു, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പാട്ടും അറിയാം അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ടേസ്റ്റ് ഒന്നാണെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നത്. റംസീന നാസർ ഒക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉത്തരം ഇത്രയും പേര് പറയുമ്പോൾ ഇനി ഞാൻ അതിനകത്ത് എതിർ അഭിപ്രായം പറയുന്നില്ല. ഉത്തരം ശരിയാണ്. സ്വാഗതം എന്ന വേണു നാഗവള്ളി ചിത്രത്തിൽ. ഈ സ്വാഗതം എന്ന സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? വേണു നാഗവള്ളിയുടെ മിക്ക സിനിമകളിലും മോഹൻലാലുണ്ട്. മോഹൻലാൽ ഇല്ലാത്ത 1 or 2 സിനിമകളെ വേണുനാഗവള്ളി ആകെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിലൊന്നാണ് സ്വാഗതം. അപ്പോൾ പാട്ടിതാണ്. മഞ്ഞിന്റെ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ മൗനം മയങ്ങുന്ന മോഹങ്ങളോ തൂവൽ തുമ്പിലെ സിന്ദൂരമോ. ജയറാം പാർവതിയാണെന്ന് അജിത് വള്ളൂര് പറയുന്നു. ജയറാം പാർവതിയല്ല, ജയറാം ഉർവശിയും അശോകൻ പാർവതിയും, അങ്ങനെയാണ് ആ സിനിമയിലെ കപ്പിൾ. നല്ലൊരു സിനിമയാണ്. ഓഫീസിലാണോ പോകുന്നു, പിന്നെ കാണാമെന്ന് അയന പറയുന്നു. ഞാൻ പറയുന്നതൊന്നും പോയിന്റ് ഇട്ടില്ല എന്ന് റംസീന പറയുന്നു. പക്ഷെ റംസീനയുടേതല്ല. എനിക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം മിനുവിന്റെയാണ് എനിക്ക് ആദ്യമായിട്ട് കണ്ടത്. ജയറാമിന്റെ പെങ്ങളല്ലേ പാർവതി അതിൽ നിന്ന് ബിന്ദു രാജേഷ് ചോദിക്കുന്നത്. ശരിയാണ്, ജയറാമിന്റെ പെങ്ങളാണ് പാർവതി. അത് പാർവതിയുടെ നായകനായിട്ട് അശോകനാണ്, ജയറാമിന്റെ നായികയായിട്ട് അവസാനം ഉർവശിയാണ് വരുന്നത്. പവിത്ര ഒന്ന് കൺഫേം ചെയ്യണേ, മിനു ഫൈസലിനല്ലേ എന്ന്. ഞാൻ മിനുവിനാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ജീസ് കൈതാരം ഇപ്പോഴാണ് ഉത്തരം പറയുന്നത്. ഉത്തരം ശരിയാണ്. മിനു ആണ് എനിക്ക് ആദ്യം കാണിക്കുന്നത്. ഞാൻ മിനുവിനാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറയണേ. 9ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അതാണ് ഞാനും മിണ്ടാത്തത് എന്ന് അജിത് രാജന് റിപ്ലൈ ആയിട്ട് ലേഖ പറയുന്നു. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി ഇനി എന്ത് പറയാനാണെന്ന്. ജീസ് കൈതാരം കൺഫേം ചെയ്തിട്ടുണ്ട് മിനു ആണെന്ന്. ഓക്കെ, അപ്പോൾ മിനുവിന്. അടുത്തത് വളരെ സുപ്രസിദ്ധമായ ഒരു പാട്ടാണ്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. ഈ പാട്ടിന്റെ ഉത്തരം നിങ്ങൾ എഴുതുമ്പോൾ കറക്റ്റായിട്ട് ആദ്യത്തെ ലൈൻ എഴുതണം. ഒരു വാക്ക് മാറിപ്പോയാൽ വേറൊരു പാട്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ മാർക്ക് തരില്ല. ഓക്കെ, അപ്പോൾ ചോദ്യം ചോദിക്കുകയാണ്. ശരിക്ക് കേട്ടിട്ട് കറക്റ്റ് ഉത്തരം ഫുൾ ആദ്യത്തെ ലൈൻ എഴുതണം. ആദ്യത്തെ ലൈൻ കറക്റ്റായിട്ട് എഴുതുന്ന ആൾക്കായിരിക്കും ഞാൻ സമ്മാനം കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു വാക്ക് പറഞ്ഞാൽ സമ്മാനം തരില്ല, കാരണം ആ ഒരു വാക്കി തുടങ്ങുന്ന പല പാട്ടുകളുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഒരു ലൈൻ മൊത്തമായിട്ട് എഴുതണേ. 4 വാക്കുകളുണ്ട്. 4 വാക്കുകളും മൊത്തമായിട്ട് എഴുതുന്നവർക്കേ സമ്മാനം കൊടുക്കത്തുള്ളൂ. അപ്പോൾ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ചോദ്യം ഇതാണ്. 9ാമത്തെ ചോദ്യം. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം ചോദ്യം, എല്ലാവർക്കും. മപദാ പമപദാ നിസരി സനിസരി സസരി സനി നിസനി പപനി പപമ പമഗമരി സാനി സാ. ഇതാണ് ചോദ്യം. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പാടാം. മപദാ പമപദാ നിസരി സനി സരി സസരി സനി നിസനി പപനി പമമ പമഗമരി ഗരി സാനി സാ. ഇതാണ് ചോദ്യം. ഉത്തരം നോക്കട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞു
തെറ്റില്ലാതെ ഒരു വരി മുഴുവനായിട്ട് എഴുതുന്നയാൾക്കേ സമ്മാനം കൊടുക്കൂ എന്ന് ആദ്യം ആരാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അജിത് വള്ളോലിയാണ് എനിക്കിവിടെ കാണുന്നത്. അങ്കനമാർ മൗലി ആണ് എന്ന് മഞ്ജു ശ്യാം പറയുന്നു. അല്ല. പഴം തമിഴ് പാട്ടിഴയുമാണെന്ന് വൈശാഖ് ജയ് പറയുന്നു. അല്ല, പക്ഷെ ആ സിനിമയിലെ മറ്റൊരു പാട്ടാണ്. ജിഷ റിജു കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സൗമ്യ അമ്മാളു പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഉത്തരം. ബ്രീസ ശ്യാമമേഘമേ ആണ് എന്ന് പറയുന്നു. അല്ല. വൈശാഖിക്ക് ശ്രുതിയിലാണ് എന്ന് പറയുന്നു. അല്ല. ഒരു മുறை വന്ന് പാർത്തായ എന്ന് ആശാ റോഷാജി പറയുന്നു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഉത്തരം കറക്റ്റായിട്ട് ആദ്യത്തെ ലൈൻ എഴുതിയാലേ ഞാൻ തരുമെന്ന്. പാർത്തായ അല്ല. ഒരു മുறை വന്ന് പാരായോ എന്ന പാട്ടാണ്. അജിത്തിനെയാണ് എനിക്കിവിടെ കാണുന്നത്. ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാമോ? പവിത്ര ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്ത് പറയണേ ആദ്യം അജിത്താണോ എന്ന്. പാട്ട് ഇതാണ്. ഒരു മുறை വന്ന് പാരായോ വാസലെ നാടി വാരായോ ദരിസനം என்று താരായോ തോഹേൻ ഏകം തീരായോ. അജിത് വള്ളോലിക്ക് ഞാൻ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ 9 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. ജീസ് ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി ഞാൻ 10ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ പറയുന്നതേ ഉള്ളൂ. 9ാമത്തെ ചോദ്യം കഴിഞ്ഞു. അപ്പോൾ 10ാമത്തെ ചോദ്യം ഇതാണ്. പല്ലവി കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഭാഗമാണ് പാടുന്നത്. തേക്കുമരക്കൊമ്പിൽ ചായും രാത്രിയിൽ ഓഹോ നിന്തോര കണ്ണീരാരും കാണും മണ്ണിതിൽ ഓഹോ ഈ കൊയ്ത്തും മെരയും കൂടാറായടി 18ാം കതിരായി തപ്പും തുടിയും കേൾക്കാനായടി പൂവാലൻ കുഴലൂത്. ഈ പാട്ട് ഏതാണ് എന്നതാണ് ചോദ്യം. സുന്ദര കില്ലാടി എന്ന് വൈശാഖ് ജയ് പറയുന്നു. അല്ല. ബിനു മാത്യു ഇളയരാജ എന്ന് പറയുന്നു. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇളയരാജ പാടിയതാണ്. ഏത് പാട്ടാണെന്ന് പറഞ്ഞോളൂ. റംസീന ഉത്തരം ശരിക്കു പറയാമോ? അങ്ങനെയല്ല അത് തുടങ്ങുന്നത്. തേക്കുമരക്കൊമ്പിൽ എന്ന് മഞ്ജു ശ്യാം പറയുന്നു. അതാണ് ഞാനിപ്പോൾ പാടിയത്. പാട്ട് ഏതാന്ന് പറയുക. മോഹൻലാൽ മൂവി യാത്രാമൊഴിയാണെന്ന് വൈശാഖ് ജയ് പറയുന്നു. അല്ല. ജീസ് കൈതാരം മഞ്ഞോരം രാത്രിമായും. അല്ല. അനീഷ് ജോർജ് കാലാപ്പാനി എന്ന് പറയുന്നു. അത് കറക്റ്റാണ്. പാട്ടാണ് പറയേണ്ടത്. ഏത് പാട്ടാണെന്ന് പറയണം. ഞാൻ ഒന്നുകൂടി പാടാം. തേക്കുമരക്കൊമ്പിൽ ചായും രാത്രിയിൽ ഓഹോ നിന്തോര കണ്ണീരാരും കാണാമണ്ണിതിൽ ഓഹോ ഈ കൊയ്ത്തും മെതിയും കൂടാറായടി 18ാം കതിരായി നീർതപ്പും തുടിയും കേൾക്കാറായി പൂവാലൻ കുഴലൂത്. കൂടാരക്കൂട്ടിൽ നിന്നും എന്ന് റംസീന പറയുന്നു. കൂടാരക്കൂട്ടിൽ കൂടുമെന്ന് അജിത് രാജ് പറയുന്നു. നിങ്ങളൊക്കെ ഏത് പാട്ടാണ് ഈ പറയുന്നത്? മോഹൻലാൽ മൂവിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പാട്ട് വന്നിട്ടില്ല. മഞ്ഞോരം രാത്രിമായും എന്ന ജീസ് കൈതാരം. ഇതൊക്കെ ഏത് പാട്ടാ? ഇതല്ല കേട്ടോ. ജിഷ റെജു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജിഷ റെജുവിന്റെ ഉത്തരമാണ് എനിക്കിവിടെ ആദ്യം കാണുന്നത്. ആശാ റോസ് ഷൈജു ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ജ്യോതി കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട്. അനീഷ് ജോർജ് പറഞ്ഞിട്ടുണ്ട്. ജിഷ റെജുവിന്റെ ഉത്തരമാണ് എനിക്കിവിടെ കാണുന്നത്. ആരെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് പറയണേ. ജിഷ റെജുവിന് മുൻപ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോഴത്തേക്കും ഞാൻ പാട്ട് പാടാം. ജിഷയാണെന്ന് ലേഖ പറഞ്ഞിരിക്കുന്നത്. താങ്ക്സ് ലേഖ. അപ്പോൾ
നിങ്ങളൊക്കെ പറഞ്ഞ കുറേ പേരെങ്കിലും ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ്. മാറിക്കോടിനുള്ളിൽ പാടും മാടപ്രാവി കൺമണിയെ കാണാൻ വായോ, നിൻ കണ്ണിറയെ കാണാൻ വായോ, പീലിക്കുന്നം കേറി നീലക്കാടും താണ്ടി എന്നുയിരേ മുന്നിൽ വായോ, നിൻ പൂമധുരം ചുണ്ടിൽ തായോ, ഇണമാൻ കൊമ്പത്തി പുതുകൊഞ്ഞു ഞാലാടാ നറുമുത്തേവാ. ഇതാണ് പാട്ട്. ഇളയരാജയുടെ സംഗീതത്തിൽ ഉള്ള പാട്ടാണിത്. അത് ആരൊക്കെയോ കുറേ പേര് കറക്റ്റായി പറഞ്ഞിരുന്നു ഇളയരാജ ഇളയരാജ എന്ന്. പക്ഷേ അത് കഴിഞ്ഞ് യാത്രാമൊഴിയിലേക്ക് പോയി. യാത്രാമൊഴിയും ഇളയരാജ തന്നെയാണ്. പക്ഷെ ഇത് കാലാപാനി എന്ന ചിത്രത്തിലെ പാട്ടാണ്. കാലാപാനി എന്നും എനിക്ക് തോന്നുന്നു അനീഷ് പറഞ്ഞിരുന്നു. എന്നിട്ടും പലർക്കും ക്ലൂ കിട്ടിയില്ല. ഇതിൽ തബു പാടുന്ന പാട്ടാണ്. മോഹൻലാൽ തിരിച്ചു വരും എന്നൊരു ഉറപ്പ് കിട്ടുമ്പോൾ മോഹൻലാൽ തിരിച്ചു വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട്, ഗോവർദ്ധനെ പ്രതീക്ഷിച്ചുകൊണ്ട് പാർവതി പാടുന്ന പാട്ടാണ് ഇത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമാണിത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം പാടിയിരിക്കുന്നതും ഇളയരാജയാണ് എന്ന് പറയുന്നു. ലേഖ ജസ്റ്റിൻ പറയുന്നു കാലാപാനിയിലെ സൂപ്പർ പാട്ടുകളാണ്. ശരിയാ. ആറ്റിറമ്പിലെ കൊമ്പിലെ ഒക്കെ എന്ത് മനോഹരമായ പാട്ടാണല്ലേ. പിന്നെ അതുപോലെ ഒരു പാട്ടുകൂടി ഉണ്ടായിരുന്നല്ലോ, ചെമ്പൂവേ പൂവേ, പിന്നെ തപ്പും തകൽവിളി, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. മനോഹരമായ പാട്ടുകളാണ്. അപ്പോൾ 10 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പോയിന്റ് നിലയൊന്ന് നോക്കാം. അജിത് ബള്ളോലി 3 പോയിന്റ്, മഞ്ജു ശ്യാം 3 പോയിന്റ്, ജിഷ റജു 2 പോയിന്റ്, മിനു ഫൈസൽ 2 പോയിന്റ്. ഞാനൊരു 1-2 ചോദ്യങ്ങൾ കൂടി ചോദിക്കണോ? ടൈയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതോ ഇവിടെ നിർത്തണോ? ഓക്കെ, ചോദിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ 11ാമത്തെ ചോദ്യം ചോദിക്കുവാണേ. ഇത് ഭയങ്കര പ്രസിദ്ധമായ ഒരു പാട്ടാണ്. ഇതിൻ്റെ ആദ്യത്തെ സ്വരം ഞാൻ പാടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അത് ഞാൻ പാടില്ല. പകരം പല്ലവി കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം പാടാം എന്ന് പറയുന്നില്ല, പാടി ഒപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ചോദ്യം. 11ാമത്തെ ചോദ്യം. ഞാൻ ഈ ആദ്യത്തെ സ്വരം പാടുമ്പോൾ തന്നെ ഉത്തരം ഇവിടെ വരും. എനിക്കറിയാതെ. നിസ ഗസ നിസ സമഗമ സഗസ നിസ നിസ പനി പാ പമ പനി പനി മ പ പ നിസ ഗമ ഗമ സഗസ. വളരെ പ്രസിദ്ധമായൊരു പാട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. സുപ്രസിദ്ധമായ പാട്ടാണ്. അജിത് രാജ് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വേറെ കുറച്ച് പേര് കൂടി പറയുന്നു, നോക്കട്ടെ. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ലൂസി ജോൺ, സൗമ്യ അമ്മാളു, ജീസ് കൈതാരം, റീസ, മിനു ഫൈസൽ തുടങ്ങി നിരവധി പേർ പറഞ്ഞിട്ടുണ്ട്. അജിത് രാജാണ് എനിക്ക് ആദ്യം കാണിക്കുന്നത്. അതുകൊണ്ട് അജിത് രാജിന് ഞാനൊരു പോയിന്റ് കൊടുക്കുന്നു. ഞാൻ ഇതിൻ്റെ ആദ്യം തുടക്കത്തിലുള്ള ഭാഗം പറഞ്ഞിരുന്നത് നിങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. നിസഗസ 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 പാ സഗമഗ 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 സാ സനിമ നിപമ സനിമ നിപമ സഗമ നിപമ സഗമ നന നന ഇതൊന്നും പാടി ഒപ്പിക്കാതെ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ സ്ലോയിൽ ഞാൻ പാടേണ്ടി വരും. സനി സനി സഗ ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ, ഇതുവഴി കാണിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുളവിളി അലനേയും നദി തന്നിൽ. ബിനു മാത്യു ഈശ്വര എന്ന് വിളിക്കുന്നുണ്ട്. ഞാനിതെങ്ങനെ പാടി ശ്വാസം കിട്ടി ഞാൻ ജീവിച്ചിരിക്കുമോ എന്നൊക്കെ ഓർത്താണ് എന്ന് വിചാരിച്ചാണ് ഈശ്വര എന്ന് വിളിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അജിത് രാജിന് ഞാൻ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇനി കൂടുതൽ ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അത് പാടുമ്പോഴത്തേക്കും
അജിത് വള്ളോലിയോ മഞ്ജു ശ്യാമോ ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് ഞാൻ അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഫസ്റ്റ് എന്ന് അനൗൺസ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയോ കമൻറ്റുകൾ പറയുന്നുണ്ട്. ആരൊക്കെയോ പ്രിൻസിലെ ശ്യാമയാം രാധിക എന്ന പാട്ട് പാടിയിട്ട് പോയാൽ മതി എന്ന്. ഞാൻ പാടും. ആ ലൈനല്ലേ? ശ്യാമയാം രാധികേ പാടു നീ ഗോപികേ, നിലാവുറഞ്ഞ സന്ധ്യയിൽ വരാതെ വന്നു കുങ്കുമം പൊതിഞ്ഞ നിന്റെ. ഇനി അങ്ങോട്ട് ഞാൻ പാടുന്നില്ല. ഇനി അങ്ങോട്ട് ഞാൻ പാടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ജിഷ അത് തന്നെ പാടിയിട്ട് പോയാൽ മതി എന്ന് പറയുന്നത്. കടുകട്ടിയായ ചോദ്യങ്ങൾ പോരട്ടെ എന്നല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, നാളെയോ നാളെ കഴിഞ്ഞോ ഞാൻ ഭയങ്കര കട്ടിയായ കുറേ ചോദ്യങ്ങളുമായിട്ട് വരാവേ. ഈ വനമാലി എന്ന ഡയലോഗും ശരിയാണ്. അതുമാത്രമല്ല, ഇംഗ്ലീഷിൽ കുറച്ച് ഡയലോഗില്ലേ ഇതിൻ്റെ അകത്ത്, ഐ ലവ് യു എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ്. മ്യൂസിക് ഡയറക്ടർ ആരാണ്, എഴുതിയത് ആരാണ് എന്നൊക്കെ ചോദിക്കാനായിട്ട്. ഇതിനിപ്പോൾ ചോദിക്കണോ? ശ്യാമമേഘമേ മ്യൂസിക് ഡയറക്ടർ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നാളെ കഴിഞ്ഞ് എനിക്ക് പനിയാണ് എന്ന് ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു. പനിയോടുകൂടി പാട്ട് പറഞ്ഞാൽ മതി. അരുത്, ഞങ്ങൾ പാവങ്ങളാണെന്ന്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ശ്യാമാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ അവസാനത്തെ ചോദ്യം ചോദിക്കുവാണ്, 12ാമത്തെ ചോദ്യം. ചുനക്കരയുടെ വരികൾ. ഓക്കെ, ചുനക്കരയുടെ വരികൾക്ക് ശ്യാമിൻ്റെ ഈണമാണ് ശ്യാമമേഘമേ. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. ഒരു പാട്ടത്തിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് വരികളാണ്. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, എൻ്റെ രാധയെ നീ വരൂ, താനേ പൂക്കും വനമലരായി, കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു തോന്നുന്നു. ഇഷ്ടംപോലെ പേര് ഉത്തരം പറഞ്ഞിരിക്കുന്നു. ജിഷ റെജോയാണ് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മാർഗഴിയെ മല്ലികയെ ഒത്തിരി പേര് ഉത്തരം പറയുന്നുണ്ട്. അനീഷ് ജോർജ്, ബ്രീസ, സൗമ്യ, അമ്മാളു, ജീസ് കൈതാരം, മഞ്ജു ശ്യാം, റംസീന നാസർ, അജിത് രാജ്, ജ്യോതി കൃഷ്ണകുമാർ. ഞാൻ ജിഷയ്ക്ക് പോയിന്റ് കൊടുക്കുവാണ്. ജിഷയുടേതാണ് എനിക്ക് ആദ്യം കാണുന്നത്. നിങ്ങൾ പറഞ്ഞ പാട്ട് കറക്റ്റാണ്. മേഘം സിനിമയിലെ മാർഗഴിയെ മല്ലികയെ മന്ദാരപ്പും കുരുവിയെ മഞ്ഞളും പോശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ലു വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന്താ, മാമനായി മാരനായി വന്നിതാ നിന്റെ മച്ചാൻ. അപ്പോൾ ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സംഗതി കൂടുതൽ കോംപ്ലിക്കേഷനിലാകുകയാണ് ചെയ്തത്. അജിത് വള്ളോലി, മഞ്ജു ശ്യാം, ജിഷ റെജോ എന്നിവർ 3 പോയിന്റ് വീതം നേടി നിൽക്കുകയാണ്. ഇനി എൻ്റെ കയ്യിൽ ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ഞാൻ ഇനി എന്തെങ്കിലും ആലോചിച്ചിട്ട് പറയേണ്ടി വരും. ചുനക്കരയെങ്കിൽ ശ്യാം തന്നെയാണല്ലോ എന്ന് അജിത് രാജ് പറയുന്നത് ശരിയാണ് കേട്ടോ. ചുനക്കരയുടെ ഒത്തിരി പാട്ടുകൾക്ക് ശ്യാം ഈണം കൊടുത്തിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാം. അജിത് വള്ളോലി, മഞ്ജു ശ്യാം, ജിഷ റെജു, ഈ 3 പേര് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയെ, ബാക്കി ആരും പറയരുത് കേട്ടോ പ്ലീസ്. എൻ്റെ ഇനി വേറെ ചോദ്യമൊന്നുമില്ല. ഇത് തന്നെ ഞാൻ ഉണ്ടാക്കി ചോദിക്കാൻ പോവാണ്. അതായത് ഞാൻ എടുത്തു വെച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് വേർഡ്സ് ഒന്നും കറക്റ്റ് അറിയത്തില്ല. എന്നാലും ഞാൻ അങ്ങോട്ട് പാടുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, അതുകൊണ്ട് വേറെ ആരും പറയണ്ട. അജിത് വള്ളോലി, മഞ്ജു ശ്യാം, ജിഷ റെജോ, ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ പറയുക. അവർ 3-ൽ ആര് ആദ്യം പറയുന്നോ അവരെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ പാട്ട് ഇതാണ്. പാവം ജയശ്രീ റംസീന നാസർ. അതെ, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് സ്ഥിതി. ഞാൻ ചോദിക്കുന്ന പാട്ടുകളെല്ലാം എല്ലാവർക്കും അറിയാം. ഈ പോപ്പുലർ സോങ് ചോദിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. പക്ഷേ നാളെയോ നാളെ കഴിഞ്ഞോ ഉറപ്പായിട്ടും ഞാൻ കുറച്ച് വേറെ ക്വസ്റ്റ്യനുമായിട്ട് വരുന്നുണ്ട്, നോക്കിക്കോ. അപ്പം ഞാൻ ചോദ്യം ചോദിക്കുവാണ്. അജിത്, മഞ്ജു, ജിഷ, ഈ 3 പേര് ഉത്തരം പറഞ്ഞാൽ മതിയെ, ബാക്കി ആരും പറയണ്ട. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ആരാദ്യം പറയും എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ഈ 3 പേരിൽ. പച്ചപ്പ വിഴപാൽ വർണ്ണമൊത്ത പല കൊച്ചുങ്ങൾ 5 നിൽപ്പാണു മുൻപിൽ, അതിലൊന്നിതടിയന്തി വധുകൊണ്ടതീത് ഈ നരകത്തും. ശംഭോ
ശംഭോ ശംഭോ. മഞ്ജു ശ്യാം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പം മഞ്ജുവിനെ ഞാൻ വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയാണ്. മഞ്ജു ശ്യാമാണ് ഇന്നത്തെ വിന്നർ. പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ട് തന്നെ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, ഇതാണ് പാട്ട്. അപ്പം മഞ്ജു ശ്യാമാണ് ഇന്നത്തെ 1ാം സ്ഥാനം. അജിത് വള്ളോലിക്കും ജിഷ റെജുവിനും 2ാം സ്ഥാനം തന്നിരിക്കുന്നു. മിനു ഫൈസലിനാണ് 3ാം സ്ഥാനം. കൂടാതെ അജിത് രാജ് 1 പോയിന്റുമായിട്ട് രംഗത്തുണ്ട്, മത്സര രംഗത്ത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മത്സരം. 1 or 2 പാട്ടൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ? അത് മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കടുകട്ടിയൊന്നും ഞാൻ ചോദിക്കില്ല. പോപ്പുലർ സോങ്സ് തന്നെ എടുത്തുകൊണ്ടേ ഞാൻ വരത്തുള്ളൂ. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ നാളെ കഴിഞ്ഞോ വീണ്ടും വരാം. അപ്പോൾ അതുവരെ എല്ലാവരും മഴയൊക്കെ ആസ്വദിക്കുക. നല്ല നല്ല റീൽസൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ കൂട്ടക്ഷരങ്ങൾ പേജിലും കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം മഴ. കട്ടൻ കാപ്പി, ജോൺസൺ മാഷ്, ആ രീതിയിൽ. ജോൺസൺ മാഷിന് ചോദ്യം ഒന്നും ഞാൻ ചോദിച്ചില്ല. ഇന്ദുലേഖ ചോദിച്ചില്ലേ എന്ന് ജീസ് കൈതാരം പറയുന്നു. എന്നെ കുത്തി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എല്ലാ ദിവസവും ഞാൻ അത് ചോദിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് വെച്ചിട്ട് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കടുപ്പമുള്ള ചോദ്യങ്ങളുമായിട്ട് നാളെ കഴിഞ്ഞ് വരാം. അപ്പോൾ ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്തുന്നു. നിങ്ങളെല്ലാവരും നാളെയും വരിക, കൃത്യം 12 മണിക്ക്.